അപ്പം അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിം ഓവർ. സോറി, എന്നാലും സാധനം മാറാൻ മറന്നുപോയി. ഒന്ന് ഡ്രസ്സ് മാറട്ടെ. അത് കുറേ ഡ്രസ്സ് കോമ്പോ നോക്കുന്നതായിരുന്നു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പം നമ്മൾ പിന്നെയും നമ്മുടെ വേൾഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇത് കളി കളിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ ഇവിടെയാണ് എത്തി. നമ്മുടെ അടുത്ത ഗോൾ എന്താണെന്ന് വെച്ചാൽ കോറസ് ഫ്രൂട്ട് അല്ല, അത്രയും ഒരു സ്റ്റാക്ക് കോറസ് ഫ്രൂട്ട്. Enter player. Get a stack of chorus fruit. Start. Enter pal. എറിയും. മോനെ ഇതെന്താടാ? ഇതടിക്കോ? ഇതടിക്കും. ഇതെന്താ? കോറസ് ബെഹമോദോ? ഡാമേജ് തരുന്നില്ല സാധനങ്ങൾ. അടിക്കാനില്ല നിങ്ങൾ, പിന്നെ എന്തിനാണോ വരുന്നത്? അതുകൊണ്ട് എന്താ കിട്ടുന്നത്? ഇതെന്താ? കോറസ് ഗ്ലാസ്. ഗ്ലാസ് കിട്ടില്ല, ആർക്കറിയാം. നമുക്കെന്തായാലും ഫസ്റ്റ് കോറസ് ഫ്രൂട്ട് കുറച്ചെടുക്കാം, എന്നിട്ട് ബാക്കി പഠിക്കാം. ഒരു സ്റ്റാക്ക് കോറസ് ഫ്രൂട്ട് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഒരു സെക്കൻഡ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കൊടുട്ടെ. സൗണ്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളെ കഴിക്കലുള്ളൂ, നമ്മൾ ചെറിയ ഭക്ഷണം കഴിക്കലില്ല. സവർ സ്റ്റീൽ. ഇതിനെ കൊന്ന എന്തോ ഒരു സാധനം കിട്ടും. ആ സാധനം വെച്ച് എന്തോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് നോക്കണമൊന്ന് പോയിട്ട്. ഇതെന്തോ? സ്മോൾ സിൽ ഗ്ലാസ്. കോറസ് ഫ്രൂട്ട് വരൂ എൻ്റെ അടുത്ത്. ഒരു സ്റ്റാക്കൊന്നായിട്ട് വേണം എനിക്ക് അടുത്ത പണിക്ക് പോകാനും. നമുക്ക് എലേറ്റർ കണ്ടുപിടിച്ചിട്ട് ഫുള്ള് കറങ്ങണ്ടേ സ്ഥലം മുഴുവൻ. കോറസ് ഫ്രൂട്ട് എടുത്ത് കയ്യിൽ വെക്കും. എന്നാ ഇതായി പോയത്. എന്തൊക്കെയാണ് എന്തോ സാധനങ്ങൾ എനിക്കാ. ഒരു സ്റ്റാക്കായി. യെസ്, നമ്മളങ്ങനെ ഒരു സ്റ്റാക്കായി. സിമ്പിൾ ടെലിപ്പോർട്ടേഷൻ. നമ്മളിതിൻ്റെ മണ്ടയ്ക്കും കയറി. ഇവിടെ അങ്ങനെ വേറെ വലിയ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതും അമ്മേ, നീ ആരടാ നീ ആരാ? ഇവൻ ഇവിടുത്തെ ഒരു ചെറിയ ബോസാണല്ലോ. ഇവനെ കൊന്ന എന്തോ ഒരു സാധനം കിട്ടിയായിരുന്നു, അത് ഓർമ്മയില്ല. കിട്ടി എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല നിലവിൽ. സോ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം എടുത്ത് നമുക്ക് അതാരായിട്ട് അവൻ നല്ല അടി അടിക്കുന്നുണ്ട്, പക്ഷെ ഡാമേജ് കേൾക്കുന്നില്ലെങ്കിലും നല്ലോണം അടിക്കുന്നുണ്ട്. ഇട്ട് അവനൊന്നും തരുന്നില്ലല്ലോ. പക്ഷേ അതാ എനിക്ക് മനസ്സിലാവാത്ത. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഒന്നും എടുത്ത് ആദ്യം കാണാം. ഇതാവശ്യമില്ല. ഇപ്പോഴത്തെ കോപ്പ് സ്ക്രാപ്പർ. ഗൺ പൗഡർ ആവശ്യമില്ല. എൻ്റെ സ്റ്റോൺ ആവശ്യമില്ല. ബാക്കി ഇതാവശ്യമില്ല. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ ഈ ബാഗിൻ്റെ അകത്തൊന്ന് എടുത്തിടാം. ഇത് പോട്ടെ, ഇതും തൽക്കാലം പോട്ടെ. ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും പോട്ടെ, ഇതും പോട്ടെ. ഇത് കയ്യിലിരിക്കട്ടെ.
ഈ ഫുഡും തൽക്കാലം ആവശ്യമില്ല. ഇത് ഓവർക്ക് നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇതും ഇരിക്കട്ടെ. ഫുഡ് ആവശ്യമില്ല, ഇതും ആവശ്യമില്ല, ടാങ്കഡ് ആവശ്യമില്ല. ഈ ഫുഡ് കഴിക്കട്ടെ. നേരം കോള ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഇത് മതി. ഓക്കെ, സെറ്റാണ്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമില്ല, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ നമുക്ക് എന്തോ കിട്ടുന്നതെന്ന്. Element used for skulk armor and disfage or golems obtained by killing Chorus golem. പക്ഷെ അത് കിട്ടിയില്ലല്ലോ എനിക്ക്. അതെ, പിന്നെ ഇതല്ലോ കാര്യം. ഇതിനാണല്ലോ ഫോണ്. ഇത് ആകെ ഗുണമുള്ള പോയിസൺ അടിക്കുന്ന ഡാമേജ് 10 ഉള്ളൂ. ഇതിന് 12, ഷാർപ്നെസ് 1 കിടക്കുന്നു. ഇത് 13, വെറുതെ. പിന്നെ അത് തന്നെ ധാരാളം, വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ, അത് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഏറ്റവും നല്ല പവർഫുൾ ഒരു ആർമർ സെറ്റ് ഉണ്ട് ഈ ഗെയിമിൽ. അതെന്തോന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഇതിൽ എൻഡൈമെൻസിൽ തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയി കാണിച്ചാലോ. ഇവിടെ ഒരു വേസ്റ്റ് സ്റ്റോൺ വെച്ചിട്ട് എൻഡിൻ്റെ ഇതോടെ പോയി. അയ്യോ, ഇതിനെയും കൂടെ കൊണ്ടുവരാം. യെസ്, അതൊന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെയായിരുന്നു അത്? ഇവൻ കാണുന്നില്ല. നമ്മുടെ പോർട്ടൽ എവിടെയായിരുന്നു? നമ്മുടെ പോർട്ടൽ റൂം കാണുന്നില്ലേ? What the hell? ഗായ്സ്, നമ്മുടെ പോർട്ടലിൻ്റെ ഇത് കാണുന്നില്ല കേട്ടാ. നമ്മളെങ്ങനെ തിരിച്ച് വീട്ടിൽ പോവുക? അതാ കിടക്കുന്നു. നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് കയ്യിലെടുത്ത് വെക്കാം. ഇവിടെ പറഞ്ഞല്ലോ ഒരു സാധനം കൂടി എടുത്തിടണമല്ലോ. ഇവിടെ ഇത് തന്നെ നല്ല. നമുക്ക് മുകളിലേക്ക് ഇനി കയറി പോവാം. അതവിടെ മഴ പെയ്യുന്ന. ഇവിടെ കൂടെ സൂക്ഷിച്ച് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ എത്ര താഴെ വീഴാന്ന് പറയാൻ പറ്റില്ല. ഇത് പെട്രോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ സുഖത്തിൽ നടക്കുന്നത്, ഇല്ലെങ്കിൽ ഒരടിക്ക് താഴെ കിടക്കുന്നു. പടച്ചോനെ കത്തോളി, ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ച്. എവിടെയെങ്കിലും ഉണ്ടാവില്ലോ അത്. എന്നാന്ന് തപ്പട്ടെ. അതിനെന്തോ ഒരു പേര് പറയായിരുന്നു. ഇതെന്തുവാ? എന്തുവാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അത്. ഇതിനെ ആദ്യം ചവിട്ടിക്കൊള്ളാം അല്ലേ? നമുക്ക് കുറച്ച് എൻട്രപ്പല്ലും കൂടെ എടുക്കാം. എൻട്രപ്പല്ല് കിട്ടിയില്ല.
അവൻ ചത്തും പോയി. ലൂട്ടിങ് എടുക്കാം. ഇതിന് ഫയർ സ്പെറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. എന്താടാ കറങ്ങി അടിക്കുന്നു? അങ്ങനെ സാധനം കാണുന്നില്ലല്ലോ. സാധാരണ എൻഡിലുണ്ടാവുന്ന അതിന് ബാനായിക്കോ? അതെനിക്ക് അറിഞ്ഞൂടെ. അതാ കണ്ട് എന്തുവാ എൻ്റെ അറിയാൻ മോറ് കുറച്ച് എൻട്രപ്പല് കിട്ടുമോ നോട്ട്. വാ 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 വാ. ഇതെടുത്ത് ഒളിച്ചിരിക്കാത്ത ഇതിൻ്റെ വിചാരം. 10 കിട്ടി. തൽക്കാലത്തേക്ക് അത് മതി. ഇത് നമുക്കിനി എങ്ങനെയായിരുന്നു അത് ഇങ്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് നാം വിട്ടുപോയിക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ മറന്നു വെച്ച് ഗൈസ്. ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ എന്താ പറയുക? ക്രാഫ്റ്റിംഗ് ടേബിൾ മറന്നു വെച്ച്. ഇങ്കറ്റ് എങ്ങനെയാന്ന് നോക്കാം. എൻഡേറിയം ഇങ്കറ്റ് ഉണ്ടാക്കാൻ സ്മെൽറ്റഡ് എൻഡേറിയം, സ്റ്റാർ ഡസ്റ്റ് ഇങ്കറ്റ്. ഇത് നമുക്ക് എത്ര ആർമർ ഇത് കിട്ടും അതിന്? എൻഡേറിയം ആർമർ അടിച്ചോട്ടെ. സോറി, അത് വെച്ച് ആർമർ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പക്ഷേ അതെല്ലാം കണക്ക് തന്നെ. 12 തന്നെ, ഇത് തന്നെ ഉണ്ട് 12. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഗുണമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നു. തിരിച്ച് നമ്മൾ വേസ്റ്റ് ഓൺ വെച്ചിട്ട് ബേക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നടപ്പോയി എൻ്റെ വേറെ ഇവിടെ കാണാനായിട്ട് സത്യം പറഞ്ഞ് മരമൊന്നും നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല. പക്ഷേ മൈൻക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ഇവരിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പിന്നെ അവരെന്തെങ്കിലും ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇപ്പം ഈ മോഡ് തന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റൂല, അധികം ആൾക്കാർക്കും പറ്റൂല. ഇല്ല, ഞാനൊരു കാര്യം മറന്നുപോയല്ലോ. പിന്നെയും നാം വലിഞ്ഞു കയറണം. പിന്നെയും നാം വലിഞ്ഞു കയറണം. കയ്യല്ലേ എനിക്ക്. മറ്റേ ഇതാക്കണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ചെക്ക് ചെയ്യണമെന്ന്. നമ്മളവിടെ നമ്മൾ കാണാത്തൊരു സാധനം കണ്ടിട്ടില്ല, അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ആ സംഭവം ഒന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് വിട്ടുപോയി. ഇവിടെ താഴെ വീണ നല്ല സുഖമുണ്ടാവും, കരയാനുണ്ടാവും. അതെവിടെയായിരുന്നു ഞാൻ കണ്ടത്? നമുക്ക് കുറച്ച് ബ്ലോക്ക് ആദ്യം പൊട്ടിക്കാം. ഇതിൻ്റെ സ്പീഡ് കണ്ട ഇതാണ്. ഇന്നും കൂടെ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ സാധാ എൻ്റെ ഒരു സർവൈവൽ സീരീസ് ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് കളിക്കുന്നുണ്ട്. കുറേ കാലമല്ല, 1 മാസം കളിച്ച് പിന്നെ ഞാൻ കളിക്കലില്ല. പിന്നെ മോഡാണ് കളിക്കാൻ തുടങ്ങിയത്. അതെൻ്റെ കയ്യിൽ അതിൻ്റെ ഫയൽ സേവായി കിടപ്പുണ്ട്. ആ ഫയലിനെ എടുത്തിട്ട് വേണം അത് കളിക്കാൻ തുടങ്ങാൻ. അതൊന്ന് ഫുള്ളായിട്ട് ഇതാക്കണം. അതിൽ ഞാൻ കുറേ ആഡോൺസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് അതെങ്കിൽ നമുക്ക് കളിക്കാം. പിന്നെ എൻ്റെ കൂടെ ആർക്കെങ്കിലും കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോസ് കാണുന്നവരുണ്ടല്ലോ, കാണുകയാണെങ്കിൽ അധികം ആൾക്കാരും കാണലില്ല, ഞാൻ പിന്നെ ശ്രദ്ധിക്കലില്ല.
നമ്മളൊരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെടണം. ഇവൻ എവിടെയാ? അതൊന്ന് ആദ്യം എനിക്ക് പറഞ്ഞു. നമുക്ക് എന്നാ പറഞ്ഞു വന്നതല്ലോ, നമ്മളത്രയും കഷ്ടപ്പെടണം. ഇപ്പം ആകെ തുടങ്ങിയിട്ടാവുള്ളൂ. നോക്കാം നമുക്ക് ഭാവിയിൽ എങ്ങനെ അവസ്ഥ. നടക്കുന്നില്ലെങ്കിൽ അപ്പം നോക്കിയാൽ പോരെ. ഇവിടുന്ന് താഴെ എടുത്ത് ചാള ഫെദർ ഫോളിങ് ഉണ്ടായിട്ട് പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു എമർജൻസിക്ക് ഇത് കയ്യിലെടുത്ത് വെക്കാം. ഒരു സ്റ്റോണും വെച്ചിട്ട് പോവാം, ഡേഞ്ചർ എന്നും പറഞ്ഞിട്ട്. ഫസ്റ്റ് തന്നെ വരുമോ നോക്കാമല്ലോ. നെതർ ഫോർട്രസ് ഡേഞ്ചർ ഏറ്റവും താഴെ ഉണ്ടാകാം. അത് നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് കാണുന്ന സ്ഥലത്തേക്ക് ക്ലിക്ക് ചെയ്തിട്ടങ്ങ് പോവാം. അപ്പം അവിടെ എത്തിയിട്ട് നമുക്കൊന്ന് കാണാം ഒരു ചെറിയൊരു കട്ട്. ഇത് കണ്ടിട്ട് ഇത് വല്ല ബോസറേനെയാണോ എന്ന് സംശയമുണ്ട്. ഇത് കണ്ടോ, ഒന്ന് ഇവിടെ കിടക്കുന്നു, ഒന്ന് അവിടെ കിടക്കുന്നു. എന്താ സംഭവം എനിക്ക് തിരിയുന്നില്ല. ഇത് എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ ഫസ്റ്റ് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് എലേറ്റർ കണ്ടുപിടിച്ചിട്ട് നമുക്കിവിടെ വന്നിട്ട് തിരിച്ച് നോക്കാം എന്താ സംഭവം. റോക്കറ്റ്സും സംഘടിപ്പിക്കണമല്ലോ തിരിച്ച് ഓവർ വേൾഡിൽ പോയിട്ട്. പിന്നെ ലെവലുണ്ടായിട്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട പ്രശ്നമില്ല. ബ്ലോക്ക് അധികം ഇല്ലല്ലോ. അപ്പം ഒന്ന് ബ്ലോക്ക് സെറ്റ് ചെയ്യാം. ഇതും കൂടെ കഴിഞ്ഞ് അപ്പം നമുക്ക് ബ്ലോക്ക് കിട്ടും. ഈ മരം എടുത്ത് എന്തായാലും നന്നായിരിക്കും. മരം ബ്ലോക്കാക്കാം. ഫുഡ് പിന്നെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രശ്നമില്ല. അതൊന്ന് കണ്ടിട്ടുള്ളൂ കാര്യം. എന്തോ സംഭവം ഒന്നും നമുക്ക് അറിയണ്ട. അറിയാണ്ട് നമുക്ക് നടക്കൂലല്ലോ. പറലറിയാം ഇവിടെ നിന്ന് പിന്നെ ചെണ്ടപ്പല്ലേ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റർപ്പല്ലെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞ് ശീലിച്ചായിരുന്നു. പിന്നെ അത് മാറ്റാൻ പാടില്ല. അതാ സംഭവം. ഇപ്പോൾ എനിക്ക് മാറുന്നില്ല. പറഞ്ഞങ്ങ് ശീലിച്ചു. എൻ്റർപ്പല്ലെന്ന് പറഞ്ഞിട്ട്. എന്താടാ ഏതായിട്ട് ഇത് ബോസ് ഫൈറ്റാടാ. ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ബോസ് ഫൈറ്റ് ആയിരിക്കുമെന്ന്. ഇത് ബോസ് ഫൈറ്റ് തന്നെയാ. അപ്പം നമുക്കിവിടെ ഒന്ന് പ്രിപ്പയർ ആവാം. ഏത് ബോസാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ അറിവിൽ ഞാൻ ഈ എൻഡിലെ ഈ ബോസിനൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇത് പോട്ടെ. ഗോൾഡൻ ആപ്പിൾ അവിടെ. ഗോൾഡൻ ആപ്പിൾ ഈ സോഡ് ഇവിടെ. ഗോൾഡൻ ആപ്പിൾ ഇവിടെ. വേറിൽ ഇതിവിടെ. വേറെന്തായിരുന്നു? ഇതൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അവിടെ. ആ ബ്ലോക്ക് തന്നെയായിരുന്നു. നമുക്കതൊരു ആപ്പിൾ കഴിക്കാം. കാണുന്നില്ലല്ലോ. എന്ത് പറയുവായോ?
അമ്മച്ചേ എന്താ ആക്ച്വലി സംഭവിച്ചേ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതുകൊണ്ടാണ് കീപ്പ് ഇൻവെന്ററി ഓൺ ആക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഇത്ര ആർമർ സാധനം എല്ലാം പോകും. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. അതെന്നാലും എനിക്ക് മനസ്സിലാക്കില്ല. അത് കാണിച്ചിട്ട് എന്താ പോയത്? നമുക്ക് അങ്ങോട്ട് തന്നെ പോവാലോ. ബോസ് അറിയാൻ കാണിക്കുന്നുണ്ട്. ബോസിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. സൂക്ഷിച്ച് ബോസ് ആക്ച്വലി എന്താ സംഭവം ഇത്? ഇപ്പൊ ബോസിന്റെ ഇത് കാണുന്നില്ലല്ലോ. എന്താ സംഭവം? ഇത് ഫുള്ള് പറ്റിക്കലാണല്ലോടെ മനുഷ്യനെ. ഗായ്സ് ഇത് ഫുള്ള് പറ്റിക്കലാണ്. ആവശ്യമില്ലാത്ത കുറെ ചപ്പും ചവറും. വെറുതെ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി. എന്നാലും സംഭവം എന്താണ്? സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് എൻഡിലേക്ക് പോവാം. എൻഡിൽ ഈ ഐലൻഡ് വിട്ടിട്ട് അടുത്ത ഐലൻഡിൽ പോകും. ഈ ഐലൻഡിൽ ഇനിയൊന്നും കാണാനില്ലല്ലോ. ഇവിടെയുണ്ട് എൻ്റെ അറിയുമ്പോൾ. അവിടെ മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് പറല് എറിഞ്ഞു നോക്കാം. അപ്പുറത്തേനൊക്കെയായിട്ടും കാണാൻ ഇത് തന്നെ നല്ലത്. നമുക്ക് മറ്റേ ഇത് ഷിപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കണം. ഇതെന്തോ സാധനം? പർപ്പിൾ സ്ലൈം ഷ്രോം. ഒന്നുമില്ലല്ലോ അതിന്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാ കേട്ടോ. എന്ത് പറഞ്ഞാലും ഭംഗിക്ക് യാതൊരു കുറവുമില്ല. പറയണോ? എന്താ അവിടെ? എന്തോ ഒരു സ്ട്രക്ചർ അല്ലേ അത്? നമുക്ക് പോയി നോക്കാലോ. ആദ്യം ഇങ്ങോട്ടേക്കൊന്ന് കറങ്ങാം. അടുത്തുള്ള വേറെ ഐലൻഡിലൊക്കെ എന്താ ഉള്ളതെന്ന് നോക്കാലോ. ഇത് പിന്നെ നമ്മൾ കണ്ടതാണ്. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിക്കാം. നമുക്ക് അവിടെ എത്തിയിട്ടൊന്ന് കാണാം. അതിനെ നല്ല ചെറിയൊരു കട്ട് എന്തായാലും വേണം.
നമുക്ക് എണ്ടപ്പല്ല് എറിയാം. ഈശ്വരാ, ഭാഗ്യമുണ്ട്. ഇത് സ്ട്രക്ചർ തന്നെയാടാ. മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി ഇതടിച്ചു വെച്ചേക്കും. ഇവിടെയെങ്കിലും ബോസിനെ തരുമോ? ശരിക്കും ഇതേത് ബോസ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യോ നമുക്കൊരു പറഞ്ഞു പറയാം. ആക്ച്വലി എന്താണ് സംഭവം? ഇതന്നെയല്ലായിരുന്നു നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതും. ഇതിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അത് ഇതിന് അറിഞ്ഞൂടെ. എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്താണോ എന്തോ. ആക്ച്വലി ഇതെന്താ പസിലാ? ഇതാണ് ഇത്. ഇവിടത്തെ ഒരുമാതിരി ചലന്തി എന്ന 6 കാലമുള്ള ആർക്കറിയാം ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതങ്ങനെ പസിൽ സോൾവ് ആക്കണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ബോസിനെ ഫൈറ്റ് ചെയ്യണ്ട, തീർന്നു പ്രശ്നം. നമ്മളിപ്പം വന്ന ഇതല്ലാണ്ട് വേറെ നമുക്ക് പോയിട്ട് നമുക്ക് എലക്ട്ര കണ്ടുപിടിച്ചിട്ട് നമുക്കിനി കാണാം. അത് തന്നെ ആയിരിക്കും. ഈ വേൾഡ് കളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം ഇത്.
ഞാനൊരു എൻ്റെ സിറ്റ് കണ്ടുപിടിച്ചിട്ട് കാണാം. എൻ്റെ സിറ്റ് കണ്ടുപിടിക്കാനാണ് പാട്. അവിടെ വേറൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ഇതും കാണുവാണെങ്കിൽ ഞാൻ പറയാം. വേറെ വലിയ വ്യത്യാസമൊന്നും ഇല്ല പറയാനുണ്ട്. ഇതൊരു ഭയം, ഇത് രണ്ടാമത്തെ ഭയം, ഇത് മൂന്നാമത്തെ ഭയം. ടോക്സിക് ബോളാ, ഇതെന്താ സാധനം? ഓഹോ, ഇത് കൊള്ളാലോ. ഈ നാശം പിടിച്ച ജീവികളെയും കൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ. ഇല്ല, അപ്പുറത്തേക്ക് എൻ്റെ മോനെ എന്ത് സാധനം? ആ ഇതാ പറഞ്ഞല്ലോ മറ്റേ ബോസ്. ഓ ഷിറ്റ്, നമ്മളെത്തിയ സമയം ശരിയല്ലല്ലോ. അവിടെ എന്തോ ഗ്ലിച്ചായിട്ടുള്ള സാധനം. അവിടെ എന്തോ രീതിക്ക് അത് ഗ്ലിച്ചാ. ഇതല്ലേ സംഭവം? മര്യാദക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിനെ അടിക്കുമ്പോ അത് ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കുകയാണല്ലോ. അത് ചാവുമ്പോ ഇത് തരുമെന്ന് പോലും കാണാൻ പറ്റില്ല. അത് വീടിന്റെ പുറത്താണല്ലോ. എന്തോ തന്നേ ആർക്കറിയാം, നോക്കാം. നിനക്കെന്താടാ വയ്യേ? കോറസ് ഫ്രൂട്ട്
എൻഡ്രോ ഡ്രാഗൻ്റെ ഇത് പിസ്റ്റൺസ്. ഓ ഡയമണ്ട്, താങ്ക്സ്. ഓക്കെ, ഡയമണ്ട് തന്നെന്ന് നന്ദി. ഇത് ജസ്റ്റ് ഒരു ലൂട്ടിങ് ഏരിയ അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഡയമണ്ട് കിട്ടി, ഡയമണ്ട് അങ്ങനെ പിന്നെ ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കാം. വേണ്ട ഇനി നമുക്ക് ഒരു എൻഡ് സെറ്റ് കിട്ടിയിട്ട് കാണാം, പിന്നെ നടക്കും. ഗൈസ്, ഞാൻ ഒരു സ്ട്രക്ചറും കൂടെ കണ്ടിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാം. എന്തോ നോട്ടോ, ഞാൻ ആദ്യം പോയിട്ട് യോ നിങ്ങൾ ഇത് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടെ? ഞാൻ ആ സൈഡിൽ നിന്ന് വന്നിട്ട് ഇത് കണ്ടിട്ട് വരുമായിരുന്നു. അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താന്ന് നിങ്ങൾ കാണുക. കാണൂ, ഇത് കാണൂ. ഇതെന്താ ജീവി? എൻഡർ മർച്ചന്റ്. ഓ, നീ ഇവിടെ ജോലി എടുക്കല? അവനൊന്നും തന്നില്ലല്ലോ. തെണ്ടി പട്ടി. എന്താ സാധനം? ഒന്നുമില്ലേ? എന്നാ നമുക്ക് അത് പോയി എടുക്കാം. എന്തുവാ വേറൊരു സാധനത്തെ കൂടെ കണ്ടക്ക്? ഗ്രോഹോഗ്. ഈ ആയുധത്തിന് മുമ്പിൽ ഒരടിക്കേ ഉള്ളൂല്ലേ ഈ സാധനമൊക്കെ. അപ്പം നമുക്ക് ബിൽഡ് ചെയ്തിട്ട് മുകളിലൊന്ന് എത്താം. വേറെ ബിൽഡിംഗ് ബ്ലോക്സ്.
ഇത് നോക്ക്, മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായത്. ഇപ്പം ഫെദർ ഫോളിങ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തിട്ട് പോയിട്ടുണ്ടാവും അടുത്ത ലോകത്ത്. അടുത്ത വെറലയും ചത്ത്, കോപ്പനും ചത്ത്. പോടാ. ഡയബറ്റിൻ്റെ ആയിട്ട് പ്രശ്നം തന്നെ. ഇതൊക്കെ എടുത്ത് കളയാം. നമ്മുടെ ബാഗൊന്ന് ഇതാക്കണം. ബാഗ് കയ്യിലെടുത്തിട്ട് ആവശ്യമില്ലാത്ത എല്ലാ സാധനവും പിന്നെ ഒന്നാത്താക്കാം. ഒരു സ്റ്റാക്കായി ഇപ്പത്തെ. ഇതാവശ്യമില്ല. നമ്മൾ പിന്നെ നമ്മുടെ ഇത് നോക്കിയില്ലല്ലോ, പറഞ്ഞ പോലെ. ഇതെന്താ ഇപ്പം അവസ്ഥ? നല്ല നെതർപ്പെട്ട് ക്രാഫ്റ്റ് റീസ്പോൺ ആൻസർ. വീട്ടിൽ പോയിട്ട് വല്ല ക്രാഫ്റ്റ് ചെയ്യാം. അത് ക്രാഫ്റ്റിനിട്ട് എനിക്ക് അറിഞ്ഞും കൂടാ. വേറെ വെച്ച് അപ്പം നമ്മുടെ കയ്യിൽ എലേട്ര വന്നിരിക്കുന്നു ഗായ്സ്. ടപ്പേ സാധനം മാറ്റി കളിക്കാന്. നമുക്ക് എന്താ അത് ഞാൻ എലക്ട്ര ഉപയോഗിച്ചിട്ട് ഇപ്പൊ കൊറേ കാലായി, അതുകൊണ്ട് ടച്ച് വിട്ട്. നമുക്കിതൊന്ന് ലൂട്ട് ചെയ്യാലോ. എന്നെ വെടി വെച്ച ഇതാ സംഭവിക്കുന്നത്. ഇത് എൻ്റെ സെക്കൻഡ് തേർഡ് ടൈം എങ്ങാണ്ടാണ്. ഇവിടെ ഏതോ ഒന്നുണ്ട്. നമുക്ക് ബോ എടുത്തു കേൾക്കാം. എവിടെയാ വിശേഷം? എനിക്ക് ബോ കുറച്ച് എയിം വളരെ കുറവാണ്. ഇതവിടെ ഇല്ലേ? ഇല്ലടേ, ഇതിൻ്റെ അകത്താണല്ലേ അത്. എന്തായാലും മുകളിലേക്ക് അല്ലാണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് നോക്കണം. ഓ കണ്ടിക്കില്ല താന്. നല്ല തന്നെ വാ. താങ്ക് യു കയറ്റി തരുന്നതിന് നന്ദിയുണ്ട്. പിന്നെയും നന്ദിയുണ്ട്. ഇനി നിന്നെ കൊല്ലാനാണ് വരുന്നത്. അല്ല ഇന്നെ വെറുതെ ഇട്ടങ്ങ് അടിക്കാന്നാ. ഞാൻ ഇതിലും വലിയ ക്ലച്ച് ചെയ്തോനോടാ. ഇത് ക്ലച്ച് ചെയ്യാൻ പറയാം.
മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതാ വരുന്നത്. നിനക്ക് ശിക്ഷ ഇതിൽ കൂടുതലുണ്ട്. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് പോകും. എന്താ എനക്കത് പൊട്ടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കയറി എന്ത് പെട്ടെന്ന് എത്തുന്നു. ഞാൻ ലിഫ്റ്റ് എടുത്താ വരുന്ന കേട്ടാ. അല്ല പിന്നെ എന്താ പറയണ്ടേ, ഇത് ലൂട്ടിയാനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്യാൻ എനിക്ക് ചെയ്യാത്തതാ. എന്തായാലും ഞാൻ വീട്ടിൽ പോകണം. അപ്പം ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എൻ്റെ സെറ്റേ നമുക്കിനി വീട്ടിൽ പോകാം. കൂടെ അങ്ങ് കൊന്നുകളാം, പുല്ല് അങ്ങ് കൊന്നുകളാം. ഇത് നമുക്ക് കുറച്ച് ഗൺ പൗഡർ വേണം. ഇതിപ്പോൾ രാത്രിയാണോ? രാത്രിയാണെങ്കിൽ ഇവിടെ ഇന്ന് യുദ്ധക്കള നടക്കാൻ പോകും. ഇവിടെ എന്താ വെച്ചാൽ സംഭവിച്ചത്, ഇതിനൊന്നും കൊന്നിക്കില്ലായിരുന്നല്ലോ. പിന്നെ ഇതുങ്ങളൊക്കെ ഇങ്ങനെ ചത്തേ. എന്താടാ, ഞാൻ ഗൺ പൗഡർ കളിച്ചാണ്. ഗൺ പൗഡറിന് കൂടുതൽ ലൂട്ടിങ്ങനെ അവിടെ എത്തി. ഷുഗർ ക്യാനും എടുക്കാമല്ലോ. ഈ വേൾഡ് ലാസ്റ്റ് ഇപ്പം തന്നെ എത്ര സമയമായി? ഏകദേശം 40 മിനിറ്റ്. ഗൺ പൗഡർ ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഇതാവേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഹാങ് അങ്ങനെ കാണുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ല ഹാങ് ആവുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഒരു അരമണിക്കൂർ കളിച്ചാൽ ഹാങ് ആവും. എൻ്റെ ഫോണിപ്പോൾ ഏകദേശം 40 ഡിഗ്രിയിലും എത്തിയിട്ടുണ്ടാവുമല്ലോ. ക്രീപ്പറാണ്.
നോക്കി നടക്കുമ്പോൾ ക്രീപ്പറൊക്കെ കിട്ടില്ല, അല്ലാണ്ട് വെറുതെ നടക്കുമ്പോൾ ക്രീപ്പർ ഉണ്ടാവും എന്നെ കൊള്ളാണ്. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഈ ഒരൊറ്റ കാരണം എനിക്കിഷ്ടമല്ലാത്തത്. കണ്ടല്ലോ കണ്ടല്ലോ, ഒരൊറ്റ ജീവനാകും എന്നിട്ടും കിടന്ന് കളിക്കുന്നു. അടി ചാവും നല്ല പിന്നെ ഛേ അതവിടെ രണ്ടടി അടിച്ചാലേ തീർക്കുള്ളൂ മര്യാദയ്ക്ക്. ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? 28 അപ്പം നമുക്കിനി കുറച്ച് ഷുഗർ കാനും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിത് വെക്കാം. ആദ്യം ഇതിന് ബോൺ മെയിൽ ചെയ്യാം. ഒരു സ്റ്റാക്ക് ബോൺ മെയിൽ. അതിന് ഓവറാണ്. ഇത് മതിയാവുമായിരിക്കും, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടല്ലോ ബോൺ മീലല്ലേ കിടക്കുന്നേ, ഗോൾഡൻ ആപ്പിൾ കഴിക്കാൻ വേറെ ഭക്ഷണത്തിന് കഴിക്കാൻ കൂടട്ടെ. ഹാർട്ട് കിടന്ന് കൂടട്ടെ. ഒന്നും കൂടെ കഴിച്ചു, ഒന്നും ഹാർട്ട് കൂടും. മാക്സിമം അത്രയല്ലേ കൂടു? അത്രേ കൂടു. അതെനിക്കറിഞ്ഞ എവിടെയായിരുന്നു. എത്ര പേപ്പർ? ഏകദേശം 2 സ്റ്റാക്ക് മതിയാവും.
നമുക്ക് ഏകദേശം 93 എണ്ണം. അത്രയും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ധാരാളം നമുക്ക്. ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതകത്ത് പോട്ടെ. അപ്പം നമുക്ക് എൻഡിൽ പോവാം. എൻ്റെ സെറ്റിൽ പോയിട്ട് നമുക്ക് എലേറ്റർ ഇട്ടിട്ട് കഴിഞ്ഞു. ഇതിങ്ങനെ ആകാശത്തു നിന്ന് കാണാൻ നല്ല രസമുണ്ട്. കാര്യം എൻ്റെ F3 അടിക്കട്ടെ. ആകാശത്തു നിന്ന് കാണാനുള്ള ഭംഗി. ഈ സ്ട്രക്ചർ നമ്മളിപ്പോൾ നോക്കിയത് അതിലൊന്നും ഇല്ല. ബോൺമീരം കണ്ടാന്ന് തോന്നുന്നു മുകളിലിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നോക്കി നമ്മൾ മാറ്റട്ടോ. ആഹാ, നമ്മളോട് ഫൈറ്റ്. നിനക്ക് ഉറപ്പാണോ നമ്മളോട് ഫൈറ്റ് ചെയ്യണമെന്ന്? 300 ജീവനുണ്ട്. അപ്പം എൻ്റെ ഇതിൻ്റെ ചടിച്ചല്ലേ അങ്ങനെ ചാവുന്നേ? ജീവൻ തീരുന്നു നോക്ക. അതിൻ്റെ 50 ഹാർട്ട് 30 പോകുന്നത് അതിൻ്റെ ജീവൻ ഒരടിക്ക് എൻ്റെ ബുള്ളറ്റ് കൊള്ളുമ്പോൾ. അതാ സംഭവം. എന്തുവാ കിട്ടുന്നതെന്ന് നോക്കല്ലോ. പറക്കുമ്പോൾ 2 പ്രാവശ്യം 6 അടിക്കണമല്ലേ? അതാ സംഭവം. നമുക്ക് ചാടിയിട്ട് ഇത് മാറ്റിയിട്ട് 2 പ്രാവശ്യം 6 അടിക്കണം. നമുക്കിനി അങ്ങോട്ടൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെ ഉണ്ടോ? പക്ഷെ ഇതിനൊക്കെ വന്നിട്ട് വേറെ കാര്യമൊന്നും കിട്ടാനില്ല. വല്ല ലൂട്ടും കിട്ടുമായിരുന്നെങ്കിലും ഒക്കെ സമ്മതിക്കാൻ. കൊല്ലാന്ന് ലൂട്ടും ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഭംഗി. ഇതേപോലെ ഒന്ന് മൈൻക്രാഫ്റ്റ് ആക്കിയായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ? എൻ്റെ പിന്നെ പ്ലേയേഴ്സ് കൂടുതൽ എൻഡിൽ മാത്രമേ കളിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം നിർത്താറായിക്ക്. കാരണം ഇനി എന്തിലൊന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ. ഇനി ഓവർ വേൾഡിലേ ഉള്ളൂ. ഓവർ വേൾഡിൽ കാണാൻ എന്താ വെച്ചാൽ ആ ഡഞ്ചനും കുറേ വില്ലേജും കാര്യങ്ങളുണ്ടല്ലോ, അതാണ്. അത് പക്ഷേ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതാണ് അതിലുള്ള ഇത്. അല്ലാണ്ട് കാര്യമില്ല. ഈ മാപ്പ് എന്ന് വെച്ചാൽ ഒരു അഡ്വഞ്ചർ ടൈപ്പ് മാപ്പല്ലേ. ഇത് വേറെ എൻസിറ്റി ആണല്ലോ. ഇവിടുന്ന് അങ്ങ് ലൂട്ട് ചെയ്യാം. ചത്തിക്കില്ലേ?
ഇവിടെ ഇഷ്ടംമാതിരി എൻസിറ്റി ഉണ്ട്. എന്തായാലും 2 ലേറ്റർ മതി, അതിലേക്കുള്ളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അടികൂടെ നിൽക്കുന്നു പോകണം. അപ്പം ഇത് നമ്മുടെ ഈ വേൾഡിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പം അയ്യോ എന്താ പറയണ്ടേ തിരിയുന്നില്ല. ഈ വേൾഡിനോടൊരു വിട പറയണം. അപ്പം ടാറ്റ ബൈ ബൈ. നമുക്കിനി അടുത്ത സർവൈവലിൽ കാണാം.